ഈ ഫുൾ മീൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പം ഞാൻ നല്ല 2 കട്ട്ല ഫിഷ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് വേണം മീനിൽ അകത്തും പുറത്തും ഒക്കെ പുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി. ഇനി ആ മീൻ കഷ്ണത്തിൻ്റെ മുകളിൽ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ആ മീനിൻ്റെ മുകളിലുള്ള വെള്ളമയം ഒന്ന് ഒപ്പിക്കളയുകയാണ്. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ, ഒട്ടും വെള്ളം പാടില്ല, എന്നാലാണ് അരപ്പ് അതിനകത്ത് പിടിക്കുകയുള്ളൂ. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച അരപ്പ് മീനിൻ്റെ അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം ആ വയറിൻ്റെ ഭാഗത്തും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ ആ മീനിൽ അതെല്ലാം പിടിച്ചിരിക്കും. നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പ് അരപ്പ് ആ മീനിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം. ആ വിടവിലും എല്ലാം, ആ വരഞ്ഞ വിടവിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡും 2 മീനും ഇതുപോലെ അരച്ച് പരട്ടി ഒരു 30 മിനിറ്റ് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നല്ല 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ആ മീനിനെ ഞാനതിനെ മുറിച്ചു. എന്താണെന്ന് വെച്ചാൽ ഉരുളിയിൽ ഞാൻ നോക്കുമ്പോൾ അത് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ പീസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2ആയിട്ട് മുറിച്ചിട്ട് ഇപ്പോൾ വാൽഭാഗം ഒരു സൈഡിലും തലഭാഗം ഒരു സൈഡിലും ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തലഭാഗം ഓൾമോസ്റ്റ് റെഡിയായി. ഞാനതിനെ പതുക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഒരു ബെഡ് ഓഫ് കറി ലീവ്സ് തന്നെ ഞാൻ ഇവിടെ ഉരുളിയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ വറുത്ത മീനിന് 2 മീനും, അതായത് ഇപ്പോൾ ഒരു 4 പീസുണ്ട്, 2 തലയും 2 വലിയ വാൽ പീസും എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഉരുളിയിലോട്ട് ഒന്ന് ഫ്രൈ ചെയ്ത മീനിനെ ഉരുളിയിലോട്ട് വെക്കാം. അത് കുക്കാവണ്ട, 2 സൈഡും നല്ല ബ്രൗൺ ആയാൽ മാത്രം മതി. ഇനി നമ്മൾ വേറെ ഗ്രേവിയിൽ അതിനെ കുക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫിഷിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ 2 പാത്രത്തിലാക്കി ചെയ്യുമ്പോൾ എളുപ്പം നമുക്ക് പണി തീരും. ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്നിട്ട് ആ മീൻ മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 6 സവോളയും ഒരു 20 ചെറിയ ഉള്ളിയും നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച പേസ്റ്റ്, ഞാൻ കറക്റ്റ് അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അത് നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അരപ്പിന് ഉപ്പ് വേണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ സവോളയ്ക്കൊന്ന് ബ്രൗൺ ആയിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം പൊടികൾ ഇടാനായിട്ട്. പൊടികൾ ഇടുമ്പോൾ മീഡിയം തീയിലാക്കിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3 തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം. തക്കാളി ഇടുമ്പോൾ നമുക്ക് തീ കൂട്ടിയിടാം. എന്നിട്ട് ആ തക്കാളി ഒന്ന് മാഷ് ആവുന്നവരെ, ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് തക്കാളിയെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു 2 തേങ്ങയുടെ 2ആം പാൽ, നമ്മൾ 2 ഫിഷാണ്, ഹോൾ ഫിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 2ആം പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പം നമുക്ക് ആ ഉരുളിക്കകത്തോട്ട് ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പം ആ എല്ലായിടത്തോട്ടും ചുറ്റുന്ന മീൻ മുങ്ങി കിടക്കുന്ന വിധത്തിലുള്ള ഗ്രേവി വേണം. എന്നാലേ ആ ഫിഷൊക്കെ വലിയ ഫിഷ് ആയതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് ഉരുളിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ സെർവ് ചെയ്ത് റെഡിയാക്കാം. അതും കൂടെ ഒഴിച്ച് നമുക്ക് മീനെ റെഡിയാക്കാം. ഞാൻ ആ മീനിനെ ഇലയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ മുകളിൽ നല്ല ഗ്രേവി ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും പത്തിരിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.